ഇനി പറയാൻ പോകുന്ന പാരൻറ്റിംഗ് ആണ് ബെസ്റ്റ് പാരൻറ്റിംഗ്. മക്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം മാതാപിതാക്കൾ. ഫിലോസഫർ ആയിരിക്കണം, ഗൈഡ് ആയിരിക്കണം, കുട്ടികളോട് ഫ്രണ്ടിനെ പോലെ പെരുമാറണം, ഗൈഡിനെ പോലെ കോച്ച് ചെയ്യണം. നോ പറയുന്നിടത്ത് നോ പറയാനും ശീലിപ്പിക്കും വേണം, ശീലാവുകയും വേണം. എസ് പറയേണ്ടടുത്ത് എസ് പറയാനും ശീലിക്കും വേണം, അവർ ശീലിപ്പിക്കും വേണം. ഇനി വഴക്കോ തല്ലോ കൊടുത്താലും ഒരു നെഗറ്റീവ് സ്ട്രോക്ക് എന്ന് പറയും. ഒരു നെഗറ്റീവ് സ്ട്രോക്ക് കൊടുത്താൽ അത് മാറുന്ന തക്കത്തിൽ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ സാധിക്കണം. ഒരു തല്ല് കൊടുത്താൽ ആ വേദന മാറുന്ന വിധത്തിൽ അവർക്ക് സ്നേഹപ്രകടനം കൊടുത്തിരിക്കണം ഒരു ദിവസം. അല്ലെങ്കിൽ അവർക്കത് മനസ്സിൽ കല്ലായിട്ട് മാറും. ആരാണ് ആദ്യം കല്ലിട്ട് കൊടുക്കുന്നത്? ശ്രദ്ധിക്കുക. ആ വഴക്കിൻ്റെ അസ്വസ്ഥത, വേദന മാറണം അവരുടെ വളർച്ചയ്ക്കനുസരിച്ച്. ഓരോ മൈന്യൂട്ട് സ്മാൾ അച്ചീവ്മെൻറ്റ്സും അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം, കൺഗ്രാറ്റ്സ് ചെയ്യണം. എങ്കിൽ മാത്രമേ വലിയ കാര്യങ്ങൾ അവർക്ക് തൊടാൻ പോലും അല്ലെങ്കിൽ ശ്രമിക്കാൻ പോലും അവർക്ക് തയ്യാറെടുക്കാൻ സാധിക്കുക. കുട്ടികളിൽ ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങളുണ്ടാവുമല്ലോ. മുടി പിടിച്ച് വലിക്കുക, രോമം പിടിച്ച് വലിക്കുക, ചൊറിയുക, നഖം കടിക്കുക, അല്ലെങ്കിൽ നഖം പിച്ചുക എന്നൊക്കെ പറയും. വെറുതെ നിൽക്കുമ്പോൾ അവരിങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്ന ചില ശീലക്കേടുകളുണ്ട്. ഇത് പാരൻസിൽ നിന്ന് കൊടുക്കുന്ന വേദനകൾ, ദേഷ്യങ്ങൾ മാറാത്തത് കൊണ്ട് അവർ കാണിക്കുന്ന ചെറിയ ചെറിയ ഇറിറ്റേഷൻസുകളാണ്. ഒരു കൗൺസിലിങ്ങിൻ്റെ കൺസൾട്ടേഷനിൽ ഒരു ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു, പാരൻസ് വന്നപ്പോൾ കുട്ടി മുടി പിടിച്ച് സ്വയം ഇങ്ങനെ പറിച്ചെടുക്കുന്ന കാര്യം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണെന്ന് പാരൻസിന് കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, ഈ പാരൻസിനെ കേട്ട് കഴിഞ്ഞതിന് ശേഷം, കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്, പാരൻസ് തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ട്. ഇത് കണ്ടിട്ട് അസ്വസ്ഥത കൊണ്ട് ആ കുട്ടിയുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഒരു വികൃതപരമായിട്ടുള്ള പ്രക്രിയയാണത്. അങ്ങനെ പല പല കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇതിലേത് പാരൻറ്റിങ്ങിലാണ് നമ്മുടെ ലക്ഷണങ്ങൾ സംഭവിക്കുന്നതെന്ന് സൂക്ഷിക്കുക. ബി ഹാപ്പി. താങ്ക് യു.